ആയിട്ടുള്ള മറ്റൊരു കമ്പോണൻ്റ് ആണ് ഈ കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആമസോണിൻ്റെ സൈറ്റിലോട്ട് കാണുന്നത് ഒരു കാർഡാണ്, പ്രോഡക്റ്റ് കാർഡാണ്. അതിനൊരു ഇമേജ് ഉണ്ട്, ഒരു ടൈറ്റിൽ ഉണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, റേറ്റിംഗ്, റിവ്യൂസ്, പ്രൈസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ അതേപോലെ പല സൈറ്റ്സിൻ്റെ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ എടുത്തു കഴിഞ്ഞാലുള്ള നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഈ ഒരു കാർഡ് വ്യൂ രീതിയിൽ കാണാൻ പറ്റും. അപ്പം അത് ഈ ഒരു ടെക്സ്റ്റ് മാത്രമല്ല, ഈവൻ നമുക്ക് ഈ ഓഫറിൻ്റെ ഈ ഒരു ഡീൽസ് ഇതും ഒരു കാർഡ് രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കാർഡ് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇത് കാർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കാർഡ് വ്യൂ നമുക്ക് പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ കാർഡ്സ്, കമ്പോണൻസിൽ കാർഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഇമേജ്, ടൈറ്റിൽ, ടെക്സ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഈ ഒരു കാർഡിൻ്റെ ഇങ്ങനെ ഒരു കേർവ്ഡ് ബോർഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ഈക്വൽ ടു കാർഡ് കൊടുക്കുക. പിന്നെ ഏറ്റവും മേലെ കാണിക്കേണ്ട ഇമേജിനാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കാർഡ് IMG ടോപ്പ് എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കുക. പിന്നെ ബോഡി സെക്ഷന് നിങ്ങൾ കാർഡ് ബോഡി കൊടുക്കുക. ഓക്കെ, പിന്നെ അതിനുള്ളിൽ നമുക്ക് മറ്റ് സാധാരണ രീതിയിൽ നമ്മൾ റോയും കോളവും ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും കണ്ടന്റിന് ഇതാക്കാൻ പറ്റും. അതേപോലെ ഫ്ലക്സ് ബോക്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബേസിക്കലി ഇപ്പോൾ ഇതിൽ നിങ്ങൾ വിടുത്ത് 18 ഫിക്സ്ഡ് വിടുത്താണ് നമ്മൾ ഇപ്പോഴും കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫ്ലക്സർ ആപ്പെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈസിൻ്റെ വിടുത്തിനനുസരിച്ച് അതെല്ലാം നമ്മൾ മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാർഡ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കാർഡ് വ്യൂ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ഇതിൽ കാണിക്കുന്നുണ്ട്. കാർഡ് ബോഡിനുള്ളിൽ ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ടെക്സ്റ്റ്, അങ്ങനെ കാർഡ് ലിങ്ക്, ഇങ്ങനെയെല്ലാം ആക്കിയിട്ടുള്ള ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ഇതിലുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുന്നത് ബൂട്ട്സ്ട്രാപ്പിലുള്ള കറോസൽ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. മിക്കവാറും എല്ലാ വെബ്സൈറ്റിലും നമ്മൾ കാണുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ നമുക്ക് ബാനർ സെക്ഷൻ കാണും, അല്ലെങ്കിൽ ഒരു സ്ലൈഡ് പോലെ കാണുന്ന, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആമസോണിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കറോസൽ എന്ന് പറയുന്ന ഒരു പിന്നെ ബാനർ അല്ലെങ്കിൽ കറോസൽ എന്നെല്ലാം വിളിക്കുന്നത്. അതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസിലൂടെ ഇതേപോലെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ബൂട്ട്സ്ട്രാപ്പ് തരുന്ന ഓപ്ഷനാണ് ഈ കറോസൽ എന്ന് പറയുന്നത്. ഈ കറോസലിന് നമുക്ക് ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത്, കറോസൽ എന്ന് തന്നെ പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ അത് സ്ലൈഡ് ഷോ പോലെ നമുക്ക് കാണിക്കാൻ വേണ്ടി നെക്സ്റ്റും പ്രീവിയസും ബട്ടൺ വെച്ചിട്ട് സ്ലൈഡ് ഷോ പോലെ കാണിക്കാൻ വേണ്ടി നമ്മളതിന് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന ഇതെല്ലാം ഓരോ ഇമേജസ് ആണ്. ഈ ഫസ്റ്റ് ഇമേജ്, സെക്കൻഡ് ഇമേജ്, തേർഡ് ഇമേജ് എന്നെല്ലാം പറയുന്ന ഓരോ ഇമേജസ് ആണ്. അപ്പോൾ ആ ഇമേജസിനെ ഓരോന്നിനും കൊണ്ടുവരാൻ വേണ്ടി ഇമേജസും ചിലപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ കൊണ്ടുവരേണ്ടി വരും, ലിങ്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കറോസൽ ഐറ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ കൊണ്ടുവരാൻ പറ്റും. ആക്റ്റീവായിട്ട് ഏതാണോ കാണിക്കേണ്ടത് അതിന് നമ്മൾ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ കൊടുക്കും. അപ്പോൾ ഈ കറോസൽ ഇന്നറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം കൊടുക്കുക. നമുക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും ആവാം. അതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ കറോസൽ ഇന്നറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കറോസൽ പിന്നെ കറോസൽ ഇന്നർ, കറോസൽ ഐറ്റം, ഇതാണ് അതിൻ്റെ ഹൈറാർക്കി വരുന്നത്. പിന്നെ നമുക്ക് ഈ പ്രീവിയസും നെക്സ്റ്റും ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും, ചിലത് നമ്മൾ നെക്സ്റ്റും പ്രീവിയസും ബട്ടൺ വെച്ചിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ രണ്ടും ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് നെക്സ്റ്റും പ്രീവിയസും ബട്ടൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് ഈ കറോസൽ ഇന്നർ സെക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കറോസലിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മൾ ബട്ടൺ കൊണ്ടുവരണം. അപ്പോൾ ഈ ബട്ടണിന് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കണം ഏത് കറോസലാണ് ഇത് വെച്ചിട്ട് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്, നെക്സ്റ്റും പ്രീവിയസും. അപ്പോൾ നമ്മൾ ഈ ID വെച്ചിട്ട് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്യുന്നു, ഈ കറോസലിനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഈ ഡാറ്റ BS സ്ലൈഡ് ഈക്വൽ ടു പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് സ്ലൈഡിലോട്ട് പോകണം, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകണം. ഓക്കെ, അത് നമ്മളിത് പ്രോപ്പറായിട്ട് സ്ലൈഡ് ഈക്വൽ പ്രീവും നെക്സ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ട്സ്ട്രാപ്പ് അതിനെ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ പ്രീവിയസും നെക്സ്റ്റും കൊണ്ടുവരുന്നത്. പിന്നെ വിഷ്വലി ഹിഡൻ എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഐക്കൺ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഐക്കൺ നമ്മൾ പ്രീവിയസിനാണെന്നുണ്ടെങ്കിൽ കറോസൽ കൺട്രോൾ പ്രീവിയസ് ഐക്കൺ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഒരു സ്പാനിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഐക്കൺ ലെഫ്റ്റ് സൈഡിനാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഐക്കണും ലെസ് ദാൻ സിമ്പലും, അതേപോലെ
നെക്സ്റ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരും. അത് നമ്മൾ ഈ ക്ലാസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഈ കറോസലിൻ്റെ ഏറ്റവും ബേസിക്കായ രീതി. പിന്നെ മറ്റൊന്നുള്ളത്, ചിലതിന് നമ്മൾ ഇതേപോലെ താഴെ ഒരു ഇൻഡിക്കേറ്റർ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഓരോരോ സ്ലൈഡിലോട്ടും പോകാൻ പറ്റും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഈ കറോസൽ ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, പിന്നെ കറോസൽ ഇന്നർ ഉണ്ട്, അതിൽ ഐറ്റംസ് ഉണ്ട്, ബട്ടൺ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി കറോസൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു റാപ്പർ ഡിബിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ 3 ബട്ടൺസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ, ഈ ബട്ടണിൻ്റെ കേസിൽ ചെയ്ത പോലെ ടാർഗറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കറോസലിനെ നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ലിങ്ക് ചെയ്ത് ഇവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ BS സ്ലൈഡ് 2, അത് ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 ബട്ടണുള്ളത്. ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ ഇൻഡെക്സിലുള്ള സ്ലൈഡിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ഇതേപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അത് ഏതാണോ ആക്റ്റീവായിട്ട് കിടക്കേണ്ടത് അതിന് ക്ലാസ് നമ്മൾ ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ്സും കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ വിത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നിൻ്റെ ഉള്ളിൽ ക്യാപ്ഷനും കാര്യങ്ങളെല്ലാം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കറോസൽ ഐറ്റത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇമേജിൻ്റെ കൂടാതെ നമുക്ക് മറ്റുള്ള ഡിബും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ക്യാപ്ഷൻ പോലെ കൊണ്ടുവരാൻ വേണ്ടി കറോസൽ ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഈ സ്ലൈഡ് പോലെ ആക്ഷൻ അല്ല നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഫെയ്ഡായിട്ട് പോകുന്നത്. ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, പഴയത് ഫെയ്ഡായിട്ട് പോയിട്ട് പുതിയത് വരുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലാസ്സാണ് കറോസൽ ഫെയ്ഡ് എന്ന് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെയ്ഡായിട്ടാണ് പോവുക. പിന്നെ നമുക്ക് വേണ്ട വേറെ ബിഹേവിയർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ കറോസൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡാറ്റ BS റൈഡ് ഈക്വൽ ടു കറോസൽ എന്നുകൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യും. ഓക്കെ, അതിൽ ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ അതിൽ നമുക്ക് ഓരോന്നിൻ്റെയും ഇപ്പോൾ ഓട്ടോമാറ്റിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ നിന്ന് അടുത്തേക്കുള്ള ഡിലേ ആണ് എത്ര കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇതേപോലെ ഇൻഡിവിജ്വൽ കറോസൽ ഐറ്റത്തിന് കൊണ്ടുവന്നിട്ട് ഡാറ്റ BS ഇൻ്റർവെൽ ഈക്വൽ ടു, ഇത് മില്ലി സെക്കൻഡിലാണ്, അപ്പോൾ 1000 മില്ലി സെക്കൻഡ് ഈക്വൽ ടു 1 സെക്കൻഡ്, അത് 10 സെക്കൻഡ്, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ടച്ച് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടച്ച് കൊണ്ട് ഇങ്ങനെ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടച്ച് ഈക്വൽ ടു ഫാൾസ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡാർക്ക് വേരിയൻറ്റ്, ഡാർക്കാണ് കറോസൽ ഡാർക്ക് എന്ന് പറയുന്നൊരു ക്ലാസ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഒന്ന് വായിച്ച് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. മിക്കവാറും എല്ലാ വെബ്സൈറ്റിലും നമ്മൾ കൊടുക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ കറോസൽ എന്ന് പറയുന്നത്.